എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീമദ് നാരായണീയം ദശകം 1 ശ്ലോകം 8-9 ആണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. ശ്ലോകം 9. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാദൈശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതന സ്ഫീതഭാഗ്യാസ്ത്വം ചാത്മാരാമ ഏവേത്യതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. 8ാമത്തെ ശ്ലോകത്തിൽ ഹരേ എന്നാണ് ഭഗവാനെ സംബോധന ചെയ്യുന്നത്. നമ്രാണാം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക. സന്നിധത്സേ അങ്ങയുടെ മുന്നിൽ, സതതം എല്ലായ്പ്പോഴും, പുര മുന്നിൽ, അങ്ങയുടെ മുന്നിൽ ഭക്തിയോടെ നമസ്കരിക്കുന്നവർക്ക് പുരസ്തൈരൻ അഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാൻ അജസ്രം. ഭക്തന്മാര് ആവശ്യപ്പെടാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ, അങ്ങനെ ആഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും നിറവേറ്റി കൊടുക്കുന്ന വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ആ നിറവേറ്റി കൊടുക്കുക, ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുക മാത്രമല്ല, പരമാനന്ദപദമായിട്ടുള്ള മോക്ഷം എന്ന അവസ്ഥയിലേക്കും അവരെ ഭഗവാൻ എത്തിക്കുന്നു. ഇത്തം നിശേഷലഭ്യോ നിരവധി കഫല. ഇങ്ങനെ എല്ലാവർക്കും എപ്പോഴും ലഭ്യമായിട്ടുള്ളതും നിരവധി, പരിധിയില്ലാതെ, കാലം ദേശം എന്നൊന്നുള്ള വ്യത്യാസമില്ലാതെ ധാരാളം ഫലങ്ങളുള്ള നിരവധി കഫല എന്ന് പറഞ്ഞാൽ ധാരാളം അവധിയില്ലാത്തത്ര ഫലങ്ങളുള്ളതുമായ സാക്ഷാൽ കൽപ്പവൃക്ഷം തന്നെയാണ് ഗുരുവായൂരപ്പൻ ഭഗവാൻ. അങ്ങനെയുള്ള ആ പാരിജാത വൃക്ഷം ഇവിടെയുള്ളപ്പോൾ ക്ഷുദ്രം തം ശക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. വെറും നിസ്സാരമായിട്ടുള്ള ശക്രവാടി, ശക്രൻ ഇന്ദ്രൻ, വാടി പൂന്തോട്ടം, ദേവേന്ദ്രന്റെ പൂന്തോട്ടത്തിലുള്ള അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള ആ പൂന്തോട്ടത്തിലെ നന്ദനോദ്യാനം, അതാണ് ആ ഉദ്യാനത്തിന്റെ പേര്. അവിടെയുള്ള കൽപ്പവൃക്ഷമാണ് പാരിജാതം. ആ പാരിജാതത്തിന് സമമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത് വെറുതെയല്ലേ? ആഗ്രഹങ്ങൾ, ദ്രുമം എന്ന് പറഞ്ഞാൽ വൃക്ഷം, പാരിജാത വൃക്ഷം. നന്ദനോദ്യാനത്തിലാണ് പാരിജാത വൃക്ഷം എന്നാണ് സങ്കല്പം, എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഇത് അതൊന്നും അല്ലാതെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അവരാവശ്യപ്പെടാതെ തന്നെ തന്റെ ഭക്തർക്ക് നമസ്കരിക്കുന്നവരുടെ മുൻപിൽ പ്രത്യക്ഷനായിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുത്ത് മോക്ഷം എന്ന പരമാനന്ദ പദത്തിലേക്ക് തന്നെ എത്തിക്കുന്ന ആ ഭഗവാൻ കൽപ്പവൃക്ഷമായിട്ട് അങ്ങ് ഇവിടെ തന്നെയുള്ളപ്പോൾ ഈ ആവശ്യക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് മറ്റ് ക്ഷുദ്രമായിട്ടുള്ള കൽപ്പവൃക്ഷത്തെ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കുന്ന ഭക്തർക്ക് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നൽകുന്നതോടൊപ്പം മോക്ഷത്തെ തന്നെ നൽകുന്നു. അപ്പോൾ അങ്ങ് തന്നെയാണ് പാരിജാത വൃക്ഷം. ആ കൽപ്പവൃക്ഷം ഇവിടെ ഉണ്ടായിട്ടും
പിന്നെയും ആവശ്യം തീരാത്തവര് സ്വർഗത്തിൽ പോകണമെന്നും തുച്ഛമായിട്ടുള്ള ആ ആഗ്രഹം കൊണ്ട് ഇന്ദ്രന്റെ പൂന്തോട്ടത്തിലെ നിസാരമായ വൃക്ഷത്തെ ആശ്രയിക്കുന്നത് വെറുതെയാണ്. വ്യർത്ഥം എന്ന് പറഞ്ഞാൽ വെറുതെ. വ്യർത്ഥമാർത്ഥി വ്രജോയം. നമ്രാണാം സന്നിധത്സേ സതതം പ്ലസ് അപി സതതമപി പുരസ്തൈരൻ അഭ്യർത്ഥിതാൻ അപി അർത്ഥാൻ. പുര തൈഹി അനഭ്യർത്ഥിതാൻ പ്ലസ് അപി അർത്ഥാൻ. കാമാൻ പ്ലസ് അജസ്രം. കാമാൻ അജസ്രം. വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധി കഫല പാരിജാതോ. പാരിജാത വിസർഗം പദം വിഭജിക്കുമ്പോൾ ചക്രവാട്ടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. നിശേഷലഭ്യ അവിടെ വിസർഗം. നിരവധി കഫല പാരിജാത വ്യർത്ഥമർത്ഥി അർത്ഥിവ്രജ പ്ലസ് അയം. അർത്ഥിവ്രജ എന്നിട്ട് അവിടെ വിസർഗം പ്ലസ് അയം. നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധി കഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാട്ടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. ശ്ലോകം 9. കാരുണ്യാത് കാമമന്യം. കാരുണ്യാത്ത് പറഞ്ഞാൽ കാരുണ്യത്തോട് കൂടിയിട്ട്, അന്യൻ ഉദ്ദേശിക്കുന്നത് മറ്റു ദേവന്മാർ, ദദതി നൽകുക. അതായത് ദയ തോന്നിയിട്ട് മറ്റു ദേവന്മാർ ഭക്തർക്ക് പല ആഗ്രഹങ്ങളും സാധിപ്പിച്ച് കൊടുക്കും. ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത്. പക്ഷേ ഇവിടെ ഗുരുവായൂരപ്പനാവട്ടെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ആത്മതസ്ത്വം, തൻ്റെ ആത്മാവിനെ തന്നെ ദാനം നൽകുന്നു എന്നാണ് പറയുന്നത്. അതായത് ഭക്തജനങ്ങൾക്ക് സായുജ്യത്തെ നൽകുന്നു. മറ്റു ദേവന്മാരെന്താണ് അവരുടെ ജീവിത അഭിലാഷങ്ങളെ സഫലീകരിച്ചു കൊടുക്കുമ്പോൾ ഭഗവാൻ വിഷ്ണു ഭഗവാൻ അവർക്ക് മോക്ഷം അല്ലെങ്കിൽ സായുജ്യം എന്ന അവസ്ഥയാണ് നൽകുന്നത്. അപ്പൊ ഭഗവാൻ എന്ന പദത്തിന്, ആ അവസ്ഥയ്ക്ക് ഭഗവാൻ എന്ന പദത്തിന് ഏറ്റവും യോജിച്ചവനായിട്ടുള്ള സാക്ഷാൽ ഗുരുവായൂരപ്പൻ. 6 ഗുണങ്ങളാണ് ഭഗവാൻ എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം. അതായത് ഐശ്വര്യം, വീര്യം, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം, യശസ്. ഇത്രയും ഗുണങ്ങൾ ചേർന്ന ആ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. അപ്പൊ മറ്റു ദേവന്മാര് ഐശ്വര്യവും അഭീഷ്ടങ്ങളും ഒക്കെ സാധിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടുന്ന് സ്വന്തം ആത്മാവിനെ തന്നെ അല്ലെങ്കിൽ ആത്മാരാമനായിരിക്കുന്ന അങ്ങ്, തന്നിൽ തന്നെ ലയിച്ചിരിക്കുന്ന സന്തോഷം കണ്ടെത്തുന്നവനായിട്ടുള്ള അങ്ങ് സ്വാത്മാവിനെ തന്നെ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ് ഉച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതന സ്ഫീതഭാഗ്യ.
സ്ഫീതഭാഗ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാഗ്യമുള്ളവര്, ഏറ്റവും ഭാഗ്യമുള്ളവരായിട്ടുള്ള ഭക്തന്മാർ ഭഗവാനെ വിഷയമാക്കിക്കൊണ്ട് അടിക്കടി ഏറ്റവും ആസ്വാദ്യകരമായി തീരുന്ന ആ ഭഗവാനിൽ അങ്ങനെ എന്തെന്നില്ലാതെ സന്തോഷം കണ്ടെത്തുന്നു എന്നാണ് പറയുന്നത്. അളവറ്റ സന്തോഷം. ഉച്ചൈഹി ത്വയി, അങ്ങയില്. ത്വയി എന്ന് പറഞ്ഞാൽ അങ്ങയിൽ, അങ്ങയെ. ഉച്ചൈഹി പരിധിയില്ലാതെ അങ്ങേയറ്റം ഉച്ചത്തില്. ആരമന്തി പറഞ്ഞ സന്തോഷിക്കുക, ആഹ്ലാദിക്കുക. ത്വയുച്ചൈരാരമന്തി പ്രതിപദമധുരേ. വീണ്ടും വീണ്ടും പ്രതിപദം അവിടെ ആ സന്തോഷം ഒരിക്കലും നിലയ്ക്കുകയല്ല, അല്ലെങ്കിൽ നിൽക്കുകയല്ല. അതങ്ങനെ തുടർന്നുകൊണ്ടേ, അടിക്കടി ഉയർന്നുകൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കുക. പ്രതിപദ മധുരേ ചേതന സ്ഫീതഭാഗ്യ. അങ്ങനെ ഏറ്റവും ഭാഗ്യമുള്ളവരായിട്ടുള്ള സ്ഫീതഭാഗ്യ, മധുരം അങ്ങനെ ഏറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയില് അവര് ആ ഭഗവാനിൽ തന്നെ ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളുടെ സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാരാമ ഏവേത്യതുല ഗുണഗണാധാര. അതുലം, തുല്യം വെക്കാനില്ലാത്തത്, പകരം വെക്കാനില്ലാത്തത്ര ഗുണഗണങ്ങളോട്, ഗുണഗണം ഗുണങ്ങളുടെ കൂട്ടം, ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം. ഏവേത്യ അതുല ഗുണ, ഇപ്രകാരം മറ്റൊന്നിനോട് ഉപമിക്കാൻ പറ്റാത്തത്ര ഗുണഗണങ്ങളോട് കൂടിയിട്ടുള്ള അല്ലയോ ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. അപ്പോ ഭഗവാന് ഭക്തജനങ്ങളോടുള്ള വാത്സല്യം എത്രത്തോളമാണ് എന്നാണ് ഗുരുവായൂരപ്പന്, അതാണ് ഇവിടെ പറയുന്നത്. ഭട്ടതിരിപ്പാടിന് ഭഗവാനോടുള്ള ഭക്തി, ആ ഭഗവാന് ഭക്തജനങ്ങളോടുള്ള അപാരമായിട്ടുള്ള കാരുണ്യം, ഇതൊക്കെയാണ് ഇതിൽ വ്യക്തമാക്കി, ശ്ലോകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അലയോ, ചൈതന്യമായി വിളങ്ങുന്ന ഭഗവാൻ, അങ്ങേക്ക് എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ ഭഗവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആ പരമാനന്ദത്തിൽ ലയിച്ച് ഭക്തന്മാരായിട്ടുള്ള ആളുകള് ആ ബ്രഹ്മാനന്ദത്തിൽ തന്നെ ലയിക്കുകയാണ്. കരുണാമയനായിട്ടുള്ള ഗുരുവായൂരപ്പൻ ഇവിടെ ഈ ഗുരുവായൂരുള്ളപ്പോൾ എല്ലാ വിശിഷ്ട ഗുണങ്ങളുടെയും ആധാരമായിട്ടുള്ള ഭഗവാൻ എന്ന പേരിന് പൂർണ്ണമായിട്ടും അർഹനായിട്ടുള്ള അങ്ങയെ ഞാൻ നമിക്കുന്നു. പരേ എന്ന് പറഞ്ഞ അന്യന്മാര്, മറ്റ് ദേവന്മാർ. കാരുണ്യാത് ദയോടുകൂടിയിട്ട്. കാമം അന്യം, മറ്റു വല്ല ആഗ്രഹങ്ങളും. ദദതി നൽകുക. സ്വാത്മതസ്ത്വം സ്വന്തം ആത്മാവിനെ തന്നെ. ഐശ്വര്യാദി ഈശതേന്യേ ജഗതി പരജനെ സ്വാത്മനോ ഈശ്വരസ്ത്വം. കാമം പ്ലസ് അന്യം, സ്വാത്മത പ്ലസ് ത്വം. സ്വാത്മതസ്ത്വം സ്വാത്മത പ്ലസ് ത്വം. വിശേഷാത് പ്ലസ് ഐശ്വര്യാത് പ്ലസ് ഈശത്തെ പ്ലസ് അന്യം. അന്യേ ഈശ്വതേന്യേ എന്നാണല്ലോ. ഈശ്വത്തെ പ്ലസ് ഈശത്തെ പ്ലസ് അന്യേ. വിശേഷാത് പ്ലസ് ഐശ്വര്യാത് പ്ലസ് ഈശത്തെ പ്ലസ് അന്യേ. ഇത്രയും പദങ്ങൾ ചേർന്നതാണ് വിശേഷാത് ഐശ്വര്യാദി ഈശതേന്യേ. വിശേഷ കഴിഞ്ഞിട്ട് അവിടെ നിർത്തേണ്ട ആവശ്യമില്ല, ഒരുമിച്ചാണ് പാരായണം ചെയ്യേണ്ടത്. വിശേഷാത് ഐശ്വര്യാദി ഈശതേന്യേ. അടുത്തത് പദം വിഭജിക്കേണ്ടത് സ്വാത്മനോപീശ്വരസ്ത്വം. സ്വാത്മന പ്ലസ് അപി പ്ലസ് ഈശ്വര പ്ലസ് ത്വം.
ത്വയുച്ചൈരാരമന്തി. ത്വയി പ്ലസ് ഉച്ചൈഹി പ്ലസ് ആരമന്തി. സ്ഫീതഭാഗ്യാസ്ത്വം. സ്ഫീതഭാഗ്യ വിസർഗത്തോടു കൂടിയിട്ട് അതിന് പ്ലസ് ത്വം. സ്ഫീതഭാഗ്യാത്വം. ച ആത്മാരാമ. ച ആത്മാരാമ അവിടെ വിസർഗം. അടുത്തത് ഏവ പ്ലസ് അതുല ഗുണഗണാധാര. അതാണ് ഏവേത്യ അതുല ഗുണഗണാധാര. ശൗരേ നമസ്തേ. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാദൈശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. ത്വയുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതന സ്ഫീതഭാഗ്യാസ്ത്വം ചാത്മാരാമ ഏവേത്യതുല ഗുണഗണാധാര. ശൗരേ നമസ്തേ. ശ്രീമന്നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.